അതുപോലെ തന്നെ ഇത് 41 തവണ ഓതി ചെവിയിൽ മന്ത്രിച്ചാൽ, ഈ ഒരു പ്രാർത്ഥന 41 തവണ ഓതി ചെവിയിൽ മന്ത്രിച്ചാൽ ഭ്രാന്ത്, പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്നിവ ശമിക്കും, എന്നിവയ്ക്ക് നല്ല മാറ്റം കാണും. അതുപോലെ തന്നെ കഴിഞ്ഞിട്ടില്ല, 100 തവണ മന്ത്രിച്ചാൽ ഏത് വേദനയും രോഗവും സുഖപ്പെട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പ്രിയപ്പെട്ട ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോസും അമലുകളൊക്കെ കാണുന്ന എല്ലാവർക്കും അള്ളാഹു വലിയ സന്തോഷവും റാഹത്തും സമാധാനവും നൽകട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരുപാട് ദിവസമായി വീഡിയോസും അമലുകളും മജ്ലിസൊക്കെ നമ്മൾ ലൈവിലൊക്കെ വന്നിട്ട് കുറേ തിരക്കുകളും ഒരുപാട് പ്രയാസങ്ങളിലൂടെ, അതായത് പ്രയാസം എന്ന് പറഞ്ഞാൽ രോഗം അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമല്ല, നമ്മളുടേതായ രീതിയിൽ ഓരോ ഓട്ടപ്പാച്ചിലൊക്കെ ആയിരുന്നു, തിരക്കുകളും ചെറിയ വിദേശ യാത്രകളിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ ഇടുന്നത് പോലെ വീഡിയോ ഇടാനൊന്നും സമയം കിട്ടിയിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ ഫുള്ള് ഇതേപോലത്തെ വീഡിയോസുകളാണ്. നമ്മൾ 100 വീഡിയോ അല്ലെങ്കിൽ 50 വീഡിയോ നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ ആ 50 വീഡിയോസിൻ്റെയും കോപ്പി മറ്റൊരു രൂപത്തിൽ ഇറങ്ങുന്നുണ്ട്. പല സ്ഥലങ്ങളിലും നമ്മളത് കാണുന്നു. അപ്പോൾ പിന്നെ നമ്മളൊരാൾ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിലും വീഡിയോസുകൾ അമലുകളായിട്ട് പല ആളുകളും പല രീതിയിലും പുറത്ത് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന വീഡിയോസ് എല്ലാവരും ഇടുന്നുണ്ട്, അതെല്ലാവരും കാണുന്നുണ്ട്, പല ആളുകൾക്ക് ഉപകാരങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനൊന്നിങ്ങനെ പതുക്കെ ഒന്നിങ്ങനെ ഒതുങ്ങി നിന്നതാണ്, സമയം പോലെ സാഹചര്യം പോലെ ഫ്രീ ആകുമ്പോൾ അമലുകളൊക്കെ പറയാമെന്ന് കരുതിയിട്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നൊരു അമല് ഉടൻ ഉത്തരം ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു അമലാണ്. എന്താണ് ഈ ഉടൻ ഉത്തരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ പറയാറുണ്ട്, എത്ര അങ്ങോട്ട് ദുആ ചെയ്തിട്ടും എത്ര അങ്ങോട്ട് ചോദിച്ചിട്ടും പടച്ചോൻ അങ്ങോട്ട് തരുന്നില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ടല്ലേ. എത്ര ദുആ ചെയ്തിട്ടും അള്ളാഹു എന്താണ് ദുആ സ്വീകരിക്കാത്തതെന്ന് ചില ആളുകൾ പറയും. അല്ലെങ്കിൽ ഒരേ ആഗ്രഹങ്ങളെ കൊണ്ട് വർഷങ്ങളോളമായിട്ട് നടക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകളൊക്കെ നമുക്കറിയാം. അള്ളാഹു നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരട്ടെ. ഈ ചെറിയ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാനും നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നിറവേറി നല്ല റാഹത്തോടുകൂടി ജീവിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്, നമ്മുടെ ആഗ്രഹം ഉടൻ ഉത്തരം ലഭിക്കാൻ, എന്താഗ്രഹമായിക്കോട്ടെ, എന്ത് രോഗമായിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, ഉത്തരം ലഭിക്കാൻ വേണ്ടി, പെട്ടെന്ന് ഉത്തരം ലഭിക്കാൻ വേണ്ടി പറയാൻ പോകുന്ന ഒരു അമല്. ഈ അമല് ആർക്കും ചെയ്യാവുന്നതാണ്. ചെയ്യുന്ന ആളുകൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുമ്പോൾ സാധുക്കളായ നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാം. ഈ അമല് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ പറയേണ്ട ഒരു വിഷയം, നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അബ്ദുല്ലാഹിബിന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന ഒരു അമലാണിത്. നോക്കണം നിങ്ങൾ, അബ്ദുല്ലാഹിബിന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന ഒരു അമല്, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട്, ശ്രദ്ധിക്കുക, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് വെള്ളിയാഴ്ച പള്ളിയിൽ പോയി സാധുക്കൾക്ക് വല്ലതും ദാനം ചെയ്യുക. എങ്ങനെ? ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ഈ അമല് ചെയ്യാൻ നമുക്ക് പറ്റും. വെള്ളിയാഴ്ച പള്ളിയിൽ പോയതിന് ശേഷം സാധുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ദാനം കൊടുത്ത്, ഭക്ഷണമോ പൈസ എന്തെങ്കിലുമൊക്കെ കൊടുത്തതിന് ശേഷം, ആ ജുമ നിസ്കരിച്ചതിന് ശേഷം ഈ അമല് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. എന്താണ് ഈ അമല്? ഇത് വലിയ സംഭവം ഒന്നുമല്ല. ഇതൊരു ഒരു 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 ദുആ ആണ്, ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. കാരണം നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിസ്മിക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിങ്ങനെ തുടങ്ങുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇതിൽ ആയത്തുൽ കുർസി അടങ്ങിയിട്ടുണ്ട്. ഫുള്ളായിട്ടില്ല, കുറച്ചുള്ളൂ. അപ്പോൾ തുടക്കം കാണുമ്പോൾ ഇത് ആയത്തുൽ കുർസി അല്ലേ എന്ന് കരുതണ്ട, അങ്ങനെ തട്ടി കളയും വേണ്ട. ഞാനതൊന്ന് സ്ക്രീനിൽ കാണിക്കാം ഇൻഷാ അല്ലാഹ്. സ്ക്രീനിൽ കാണുമ്പോൾ
നിങ്ങൾക്ക് മനസ്സിലാവും. അതൊന്ന് എഴുതിയെടുക്കുക, സ്ക്രീൻഷോട്ട് അടിച്ച് വെക്കുക. ഈ പ്രാർത്ഥനയിൽ നമ്മുടെ ഉദ്ദേശം നമ്മൾ പ്രത്യേകം തുറന്ന് പറയണം. പടച്ച റബ്ബിനോട് പറയാം, അള്ളാഹു എന്നാലിന്ന ആവശ്യം എനിക്കുണ്ട്, എന്നാലിന്ന ഉദ്ദേശത്തിനാണ് ഞാനത് ചെയ്യുന്നതല്ല എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ദുആ ചെയ്യുക. 21 തവണയാണ് നിങ്ങളിത് ദുആ ചെയ്യേണ്ടത്. വെള്ളിയാഴ്ച പള്ളിയിൽ പോയി സദക്ക കൊടുത്ത് വന്നതിന് ശേഷം 21 തവണ ഈ അമൽ തുടരണം. അന്നൊരു ദിവസം 21 തവണ എന്ത് ചെയ്യുക, ഈ പ്രാർത്ഥന ദുആ ചെയ്യാം. അങ്ങനെ ഒരു 21 ദിവസം കണ്ടിന്യൂ ചെയ്യാം. ഇൻഷാ അല്ലാഹ് എത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും ഉടൻ ഉത്തരം ലഭിക്കും. അള്ളാഹു നമുക്ക് ഉടൻ ഉത്തരം ലഭിക്കുന്നവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അതുപോലെ തന്നെ ഇത് 41 തവണ ഓതി ചെവിയിൽ മന്ത്രിച്ചാൽ, ഈ ഒരു പ്രാർത്ഥന 41 തവണ ഓതി ചെവിയിൽ മന്ത്രിച്ചാൽ ഭ്രാന്ത്, പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്നിവ ശമിക്കും. എന്നിവയ്ക്ക് നല്ല മാറ്റം കാണും. അതുപോലെ തന്നെ കഴിഞ്ഞിട്ടില്ല, 100 തവണ മന്ത്രിച്ചാൽ ഏത് വേദനയും രോഗവും സുഖപ്പെട്ട് ഏത് വേദനയും സുഖപ്പെടാൻ ഈ പ്രാർത്ഥന ഉപകരിക്കും. ഇങ്ങനൊരു ഉപകാരം കൂടി ഇതിനുണ്ട്. അതേപോലെ തന്നെ ഇത് 7 ദിവസമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസമോ തുടരണം. എന്തിന്? മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ആദ്യം ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഉത്തരം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുമ്പോൾ 21 ദിവസം കണ്ടിന്യൂ ചെയ്തിട്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ആവശ്യങ്ങളൊന്നുമില്ല, നോർമലായിട്ട് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് 7 ദിവസമോ അതിൽ കൂടുതലോ ചെയ്യാം. അതുപോലെ തന്നെ ഈ പ്രാർത്ഥന 1000 തവണ ദിനം പ്രതി പാരായണം ചെയ്താൽ, അത്രയൊന്നും നമുക്ക് പാരായണം ചെയ്യാൻ കഴിയൂല എന്നല്ല, ഇരുന്ന് ദുആ ചെയ്യുന്ന ആളുകളുണ്ട്. 1000 തവണ ആരെങ്കിലും ഇതിങ്ങനെ പാരായണം ചെയ്താൽ തടവ്, അറസ്റ്റ് തുടങ്ങിയ വലിയ വലിയ മുസീബത്തുകളിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു. ജയിലിൽ കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രയാസങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ 1000 തവണ ഈ ദുആ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? വലിയ മാറ്റം അവിടെ കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഈ പ്രാർത്ഥന സ്ക്രീനിൽ കാണിക്കുന്നു. നിങ്ങളിതൊന്ന് ചെയ്തു നോക്കി. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ പെട്ടെന്ന് ഉത്തരം ലഭിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചാലും ഇല്ലെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ അറിയിക്കണം. അള്ളാഹു നമ്മുടെയൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും തീർത്തു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.